ഹലോ, ഇന്ന് ഞാൻ ദേ ഇവിടെ രാവിലെ തന്നെ ഇടിയപ്പം കടലക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വളരെ ധൃതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സ്ഥലം എവിടെയാണെന്നല്ലേ ഞാൻ വഴിയേ പറയാം. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്നിട്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വേറെ എങ്ങുമല്ല, നമ്മുടെ മക്കൾ കുംഫു പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ മിക്കവർക്കും അറിയാം അവന്മാർ പഠിക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ചാമ്പ്യൻഷിപ്പായിരുന്നു. അപ്പോൾ ജില്ലയിൽ നിന്ന് അവർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സ്റ്റേറ്റിലേക്ക് ഉള്ള സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞിപ്പോൾ നാഷണൽ ലെവലിലേക്ക് പോകാനുള്ള ഇന്ന് അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് പോകാനുള്ള കാര്യത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് വൈകാതെ തന്നെ അവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ല, അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ളവരൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ എന്നെപ്പോലെ ഒരു സാധാരണ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്ന നോക്കിക്കേ, അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര സംഭവമായിട്ട് തന്നെ തോന്നുന്നത്. കാര്യം ഞാനിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഇങ്ങനെ മാർഷൽ ആർട്സൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ അവരുടെ മാസ്റ്റേഴ്സിനോടൊക്കെ നമുക്കൊരു റെസ്പെക്റ്റാണ് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇത് വളരെ ക്ഷമയും അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള പ്രാക്ടീസും വേണം. എന്നാൽ മാത്രമേ നമുക്കിതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റാട്ടോ. ഈ ഈ മോനൊക്കെ എപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ഇവൻ നല്ല മിടുക്കനാണ്, ഫ്ലെക്സിബിളാണ് ഭയങ്കര. നോക്കിയേ, നന്നായിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യുക കേട്ടോ. അവിടെ എല്ലാം ജഡ്ജസ് ആയിരിക്കുന്നത് കണ്ടോ, സൈഡിൽ ഫുള്ള് ആ ടേബിളൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ ജഡ്ജസ് ഇരുന്നിട്ട് മാർക്ക് ഇടുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമായിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. നോക്കിയേ, ഈ കുഞ്ഞൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്. ഇത് ഇച്ചായൻ്റെ ഫ്രണ്ടിൻ്റെ മോനാട്ടോ. മോൻ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു. ഇവനിതിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനിപ്പോൾ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി. അതിനുശേഷം നാഷണൽ ലെവലിലേക്കുള്ള ടെസ്റ്റല്ലേ നമുക്കിപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ സ്റ്റേജിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അവിടെയും നമ്മുടെ ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പെൺകുട്ടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ നല്ല വൃത്തിയായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. യോഗ ചെയ്യുന്നവർക്കറിയാം, ഒരുപാട് ഗുണമുള്ള കാര്യമാണ് യോഗ ചെയ്യുന്നത്. ഒത്തിരി രോഗങ്ങളിൽ നിന്നൊക്കെ റിലീഫ് കിട്ടും. പിന്നെ ഇതെൻ്റെ ഇളയ മോനാണ്. അതുപോലെ തന്നെ ഇതെൻ്റെ ഇച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ മോനെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവനാണ്. അത് കഴിഞ്ഞ് ഇതെൻ്റെ മൂത്ത മോനാണ്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ നാഷണൽ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് സെലക്ഷൻ കിട്ടിയ ഐറ്റം എന്ന് പറയുന്നത് ഇതാട്ടോ. ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും, അതായത് ഒരു 10-400 കുട്ടികളുണ്ടായിരുന്നു ഇതിന് മത്സരത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ഭയങ്കര സന്തോഷം. അമ്മയെന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇവരെ ഇത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് നമ്മുടെ സന്ധ്യ മാസ്റ്ററാണ് ഇവർക്ക് ഇത്രയും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചത്. അപ്പോൾ മാസ്റ്റർക്ക് പ്രത്യേകം നന്ദി. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ അടിപൊളിയാട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാസ്റ്ററിന് പ്രത്യേകം നന്ദി.